ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഞാൻ പറയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞു വിശേഷമുണ്ട്. ഞങ്ങൾ കാത്തിരുന്ന് കിട്ടിയ ഞങ്ങളുടെ കണ്ണൻ്റെ നൂലുകെട്ടാണ്, 28 കെട്ടാണ്. അപ്പം എളുപ്പം 3 മണിക്ക് ഞങ്ങൾ എണീറ്റും. ഞാനും എൻ്റെ മോളും ഇളയ മോളും ഉണ്ട്, ചേച്ചിയുടെ മോളും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി തലേ ദിവസമേ മലക്കറിയൊക്കെ അരിഞ്ഞ് വെച്ച് വീട്ടിൽ ചെറിയ വേറെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ചെറിയൊരു കാപ്പിയുണ്ട്. അത് വെളിയിലാണ് ഓർഡർ കൊടുത്തത്. അപ്പോൾ വീട്ടിൽ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് കിച്ചടിയും വെച്ച്, ഒരു അവിയൽ വെച്ച്, ഒരു വെള്ളരിക്ക കിച്ചടി വെച്ചു, പിന്നെ ഒരു സാമ്പാറാകുമ്പോൾ കാപ്പിക്കും ഉച്ചത്തേക്കുള്ള ഊണിനുള്ള ഇതായി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. എല്ലാവരും കൂടെ ഉണ്ടാവില്ല, പൊന്നും വലിയ ആളുകളും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ജോലിയിലും പങ്കെടുത്തു. അപ്പം എല്ലാം സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക്. അപ്പം ഞാൻ കാത്തിരുന്ന് കൊതിച്ച ഒരു ദിവസമാണ്. ഒരുപാട് പേരെ വിളിച്ച് എനിക്ക് നല്ല രീതിയിലൊന്ന് ഫംഗ്ഷനായിട്ട് നടത്തണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും വർഷമായിട്ട് എൻ്റെ വീട്ടിലൊരു ആൺകുഞ്ഞ് വേണം, എനിക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹത്തോടെ ഞാൻ ഒരുപാട് നേർച്ചയൊക്കെ നേർന്ന് പ്രാർത്ഥിച്ച് ഞാൻ അതിനു വേണ്ടി കാത്തിരുന്ന ഒരു ദിവസമാണ്. പക്ഷേ എനിക്കെന്തോ വലിയ ആർഭാടമായിട്ടൊന്നും എടുക്കാൻ എനിക്ക് മനസ്സനുവദിച്ചില്ല, തോന്നിയില്ല. കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നെനിക്ക് തോന്നി. അങ്ങനെ എൻ്റെ ചെറിയൊരു ഫംഗ്ഷൻ തന്നെയായിരുന്നു, ഒരു 10-40 പേരടങ്ങുന്നത്. കാരണം 40 പേരെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ 40-നകത്തേ ഉള്ളൂ. എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ 2 മക്കളും, എൻ്റെ സഹോദരനും സഹോദരൻ്റെ കുടുംബവും, പിന്നെ ഇളയ മോളും അവളുടെ കുടുംബവും. ഇത്രയും തന്നെയാണ് എൻ്റെ ബന്ധുക്കളായിട്ട് ഞാൻ വിളിച്ചത്. പിന്നെ മോളുടെ ഭർത്താവിൻ്റെ കുടുംബവും അത്രയും തന്നെ. അത്രയൊക്കെ ചെറിയൊരു ഫംഗ്ഷൻ, നല്ല രീതിയിൽ. എൻ്റെ മോളെ കണ്ടില്ലേ, സുന്ദരി കുട്ടിയാണ്. എൻ്റെ 2 മക്കളും അങ്ങനെ തന്നെയാണ്. എന്നെ പോയിട്ട് ബാക്കി എല്ലാവരും സുന്ദരന്മാരും ഒക്കെ തന്നെയാണ്. അങ്ങനെ എൻ്റെ ഇളയ മോളാണ്. അവളെപ്പോഴും കുഞ്ഞിൻ്റെ കയ്യിൽ അവൾക്ക് എടുത്ത് വെക്കുന്നത്, അതാണ് അവർക്ക് ഇഷ്ടം. എൻ്റെ ചേച്ചിയുടെ മോള് ഇതാണ് നമ്മുടെ താരം, എൻ്റെ താരൂട്ടി. ഇതെൻ്റെ ചേച്ചിയുടെ മൂത്ത മോളാണ്, ഇളയ മോളാണ്. സെറ്റ് സാരി എടുത്തിട്ട് അവിടെ നിന്നത്. ഇത് എൻ്റെ പൊന്നു മോള്, ഇതാണ് എൻ്റെ മൂത്ത മോള്. പിന്നെ ഇളയ മോളാണ് അവിടെ കുഞ്ഞിനെയും കയ്യിൽ വെച്ച് അവിടെ ഹാഫ് സാരി എടുത്ത്, എൻ്റെ ചേച്ചിയുടെ ഇളയ മോളാണ്. അപ്പോൾ എല്ലാവരും കണ്ടത് എൻ്റെ സഹോദരൻ്റെ മോള്, അതാണ് എൻ്റെ ഇളയ മോള്, മൂത്ത മോളുടെ മൂത്ത കുട്ടി. ചേച്ചിയുടെ മൂത്ത മോളുടെ കുഞ്ഞാണ്. ഭയങ്കര കുറുമ്പനാണ്. ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു. കുറുമ്പനം തന്നെ ഒരു സെക്കൻഡ് സമയം അവൻ വെറുതെ ഇരിക്കില്ല. അവൻ എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, കറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു സൂര്യനാണ്. അപ്പോൾ നൂലുകെട്ടിൻ്റെ ചടങ്ങും കാര്യങ്ങളായിട്ട് നിൽക്കും. നമ്മൾ ആദ്യത്തെ ചടങ്ങൊക്കെ നടത്തിയെങ്കിലും എനിക്ക് അത്ര പിടുത്തമില്ല, ഇത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടത്തുന്നു എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ. നമ്മളെ വീട്ടിലൊരു ആവശ്യം നടക്കുമ്പോൾ നമുക്കൊരു ആവശ്യമില്ലാത്തൊരു ടെൻഷൻ വണ്ടി പിടിച്ച് കയറി വരും. അപ്പോൾ ആ ടെൻഷൻ ഇന്നും എനിക്കുണ്ടായി. എങ്കിലും മറ്റുള്ളവരോട് ചോദിച്ചും പറയുകയും നമുക്കറിവില്ലാത്ത കാര്യങ്ങൾ ആൾക്കാരോട് ചോദിച്ചൊക്കെ ഞാൻ ഒരുവിധം. ഇന്ന് വെളുപ്പിന് 3 മണിക്കാണ് ഞാൻ എണീറ്റ് രാവിലെ തന്നെ അടുക്കളയിൽ കയറി എല്ലാ ജോലികളും. ഉച്ചയ്ക്ക് നമ്മളെ ബന്ധുക്കൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ രാവിലെ കാപ്പി കാറ്ററിങ്ങിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാപ്പിയൊക്കെ നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നപ്പോഴത്തേക്കും അത് 9:30 ആകുമ്പോൾ നമ്മൾ കഴിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും കൊടുക്കും. അപ്പം വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ചോറും സാമ്പാറും അവിയൽ, കിച്ചടി, വെള്ള കിച്ചടി, ഒരു തോരൻ, ഇത്രയും തന്നെ. പിന്നെ ഒരു അച്ചാർ, ഒരു മാങ്ങ അച്ചാറും ഒരു നാരങ്ങ അച്ചാറും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ പപ്പടവും കൂടെ പൊരിച്ചു. കുശാൽ പായസം അതിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ചായയൊക്കെ ഇട്ട് നല്ല ഒരു എന്താണെന്ന് പറയാൻ അറിയില്ല. എനിക്ക് ഭയങ്കര ഒരു നല്ല ഹാപ്പി മൂഡ് തന്നെയായിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിലൂടെ തന്നെയാണ് പോയത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ എൻ്റെ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ്. വീഡിയോയും എൻ്റെ കുഞ്ഞു മോനെ നമ്മൾ കുറേ അധികം ആൾക്കാരെ വിളിച്ച് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് പറക്കിയൊക്കെ അതൊക്കെ ചെയ്യുന്നതിന് എനിക്ക് മുമ്പൊക്കെ എനിക്ക് അങ്ങനെയായിരുന്നു ഭയങ്കര ഇഷ്ടം. എന്ന് വെച്ചാൽ കുറേ അധികം ആൾക്കാരെൻ്റെ വീട് നിറച്ച് എനിക്ക് കിട്ടുന്ന സാധനത്തിലോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രസൻറ്റേഷനിലോ അല്ല കാര്യം. നമ്മളെ വീട്ടിലൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ അത് നമ്മൾ 10 പേരുമായി പങ്കുവയ്ക്കുന്നു, ഷെയർ ചെയ്യുന്നു. ഇപ്പം നമ്മളെ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ നമ്മൾ ആ ആവശ്യത്തിന് പോകുന്നു, നമ്മൾ കഴിയുന്ന ഗിഫ്റ്റ് കൊടുക്കുന്നു, അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ വരുമ്പോൾ എനിക്ക് എൻ്റെ ബന്ധുക്കളും എൻ്റെ വീട്ടുകാരും എല്ലാവരുമായിട്ട് വന്ന് നിന്ന് ആഹാരമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ എല്ലാം കഴിച്ച് പറക്കി ആകെ കിട്ടുന്ന വർഷത്തിൽ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു ദിവസമാണ്. ആ ദിവസം നന്നായിട്ട് സന്തോഷിച്ച് എൻജോയ് ചെയ്ത് പോകാൻ യാത്ര പറഞ്ഞ് പിരിഞ്ഞ് പോകാനുള്ള ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും ആ സന്തോഷമുണ്ട് എന്നാണ് എൻ്റെ വീട്ടിൽ വരുമ്പോൾ
എൻ്റെ ബന്ധുക്കൾക്ക് ആ ഒരു സന്തോഷമുണ്ട്, ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നു എന്നാണ്. കാരണം ഞാൻ അത്രയ്ക്ക് ചെറിയൊരു വീടാണെങ്കിലും കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ഞാൻ അതിനെ അവരെ മൊത്തത്തിൽ അവരോട് ഞാൻ ആ പെരുമാറുന്ന രീതി എനിക്ക് വീട്ടിൽ വരുന്നവരോട് മുഖം കറുപ്പിച്ച് അങ്ങനെ ഒരു മുഷിച്ചിൽ പറയും. എന്തെങ്കിലും അവരിങ്ങോട്ട് പറഞ്ഞാൽ പോലും ഞാൻ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും തിരിച്ച് മറുപടി പറയണം എന്നുണ്ടായിരിക്കും. പക്ഷേ എനിക്കത് പറയാൻ പോലും കാരണം വീട്ടിൽ വരുന്നവരോട് നമ്മൾ ഒരു ബഹുമാനത്തോടെ സംസാരിക്കണം. അപ്പോൾ എൻ്റെ വീട്ടിലൊരു സന്തോഷം നടക്കുമ്പോൾ അത് സന്തോഷത്തോടെ നടന്നു പോകണം എന്ന് മാത്രമാണ് എനിക്ക് ആഗ്രഹം. അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങെല്ലാം അങ്ങനെ തകർത്ത് നടക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരു കുട്ടിക്കുറുമ്പനും ഒരു കുട്ടിക്കുറുമ്പിയും അങ്ങനെ അവൾ അമ്മയുടെ അടുത്ത് ചെന്നിരിക്കുന്നതുകൊണ്ടാണ് അവനെയും അവിടെ ചെന്ന് നിൽക്കണം എന്നുള്ള ഇതിൽ അവൻ അടുത്തോട്ട് പോകണം എന്നുള്ളൊരു ടെൻഡൻസിയിലാണ് അവൻ നിൽക്കുന്നത്. അപ്പം നൂലുകെട്ട് ചടങ്ങുമൊക്കെ കഴിഞ്ഞു. ഈ നൂലുകെട്ട് ചടങ്ങിന് അവരാണ് ഈ പിരിയക്കല്ലയും സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ആൺവീട്ടുകാരാണ് ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരുന്നത്. പെൺവീട്ടിൽ നിന്നാണ് ചെയിൻ ഇടുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊരു കുഞ്ഞ് ചെയിന് എൻ്റെ കുഞ്ഞിന് ഞാൻ ഇട്ടു. അപ്പോൾ കൊടുക്കുന്ന വലിയ പ്രസൻറ്റേഷനിലല്ല, ചെറുതാണെങ്കിലും അതിന് നമ്മൾ മനസ്സോടെ സന്തോഷത്തോടെ കൊടുക്കണം എന്ന് മാത്രമാണ് എൻ്റെ ഒരു നിലപാട്. അങ്ങനെ കരിവളയൊക്കെ ഓരോന്നോരോന്നായിട്ടിട്ടു. അങ്ങനെ കുഞ്ഞിൻ്റെ അച്ഛൻ അരഞ്ഞാണവും 2 തളയും അത് വാങ്ങി. അതും ഇത്രയും വിലപിടിപ്പുള്ള ഈ സമയത്ത് നമ്മളെ കൊണ്ടൊക്കെ കഴിയുന്ന രീതിയിൽ അവർ ഒപ്പിച്ചൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. വലിയ ആഡംബരങ്ങളും പ്രശ്നങ്ങളും ഇതൊന്നുമില്ല എൻ്റെ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യുക, അതൊന്ന് കാണാൻ ശ്രമിക്കും. നാട്ടിൻ നടക്കുന്ന ഒരു ചെറിയൊരു കുഞ്ഞു വിശേഷം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ വലുതായിട്ടുള്ള ഒരു തട്ടുപൊളിപ്പൻ കഥകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡാൻസോ പാട്ടോ അങ്ങനെയുള്ള ഒന്നും കാണില്ല. നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ചെറിയ കുഞ്ഞു വിശേഷങ്ങൾ അത് എന്നെ പോലുള്ള ഒരാൾ ചെയ്യുമ്പോൾ അതിന് വലിയൊരു പകിട്ടൊന്നും കാണൂല. പിന്നെ രാവിലെ തന്നെ പൊങ്കാലയൊക്കെ പൊങ്കാല വിഷ്വൽ വേറെ ഒരാളിൻ്റെ ഫോണിലായിപ്പോയി. അപ്പോൾ എനിക്കത് ഇങ്ങോട്ട് കിട്ടിയില്ല. അപ്പോൾ അതിടാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാകും. അല്ലെങ്കിൽ ആയില്ലെങ്കിലും നിങ്ങളൊന്ന് കാണണം. എൻ്റെ വീട്ടിലെ ഒരു കുഞ്ഞ് ചടങ്ങ്, കുഞ്ഞ് ആഘോഷം. അപ്പോൾ ഞാൻ കാത്തിരുന്ന് നടത്തിയ ഒരു കുഞ്ഞ് ചടങ്ങാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒന്നും ചെയ്തില്ലെങ്കിലും ഒന്ന് കാണാൻ ശ്രമിക്കണം. ജനിച്ച അന്ന് തൊട്ട് നമ്മൾ ആശുപത്രിയും ഇങ്ങനെ ചെക്കപ്പിനും ഇതിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒന്നും നേരാവണ്ണം ഒന്നും പിന്നെ മോൾക്ക് ആഹാരമൊന്നും കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ആഹാരം എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന നമ്മൾ ഡെയിലി വയ്ക്കുന്ന ആഹാരമല്ല, ഫുഡല്ല. പിന്നെ മരുന്ന് വകകളൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി ചില മരുന്നൊക്കെ ഇട്ട് റെഡിയാക്കുന്നൊന്നും ഇട്ട് കൊടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതിൻ്റേതായ ചെറിയ ഇതുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. ഇന്ന് 2 ദിവസം കൊണ്ടാണ് അതുവരെ ഒന്ന് ഉറങ്ങാതെ കറുത്ത് കരിവാളിച്ചൊക്കെയാണ് ഇരുന്നത്. അങ്ങനെ അച്ഛൻ ചെവിയിൽ പേര് വിട്ട് യാഷ്വിക് VS എന്നാണ് അവൻ്റെ കുഞ്ഞുമോൻ്റെ പേര്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന്